മെയിൻ വർക്ക് ഇതിലാണ് പഞ്ഞിക്കുട്ട എന്നുള്ള പേരൊക്കെ വന്നിട്ടുള്ളത്. റിജക്റ്റഡ് പഞ്ഞികൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വലിയ അസുഖങ്ങളൊക്കെ വരും. ചില ആൾക്കാർ ഈ താമരപ്പൂവൊക്കെ ഇടാൻ വേണ്ടി ഫുള്ള് ഫില്ലാക്കി എടുത്തിട്ട് വെള്ളം നിറച്ചിട്ട്. അല്ല, ഇത് ഭയങ്കര ഡേഞ്ചർ അല്ലേ? ഇതാ പേപ്പർ കൂട്ടി പിടിക്കണം. F-0 ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഞാനിപ്പോൾ ഉള്ളത് കൂത്തുപറമ്പിലുള്ളത്. ഒരു പഞ്ഞിക്കുട്ടൻ എന്ന് വിളിക്കുന്ന ഒരു സജീവായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ ഡോളുകളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതേപോലെ ടയർ വെച്ചിട്ട് ചട്ടിയൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അദ്ദേഹം. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും വലിയ രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും സജീവനെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ പഞ്ഞിക്കുട്ടനെ സപ്പോർട്ട് ചെയ്യണം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന വർക്കുകൾ നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ പഞ്ഞിക്കുട്ടന്റെ വർക്കുകൾ. ഇത് നിങ്ങൾ നോക്കിയേ, ഇതൊക്കെ ചെയ്തിരിക്കുന്ന ടയർ വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടയർ ഉണ്ടല്ലോ, ആ ടയർ വെച്ചിട്ട് ചെയ്ത ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ചട്ടികൾ. സജീവേട്ടാ നമസ്കാരം. ഓക്കെ, നല്ല വർക്കിന്റെ ഒരു തിരക്കിലുള്ളതല്ലേ? ഓക്കെ, വർക്കുകൾ എങ്ങനെയുണ്ട്? നന്നായിട്ട് വർക്കുകൾ ഉണ്ട് ഇപ്പൊ നിലവിൽ? വർക്കുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. വർക്ക് ചോദിച്ചു വരുന്നുണ്ട് ആൾക്കാർ. ഓർഡർ തരാം. വലിയ സൈസ് വേണമെങ്കിൽ വലിയ സൈസ്, പല സൈസുകൾ ഉണ്ട് ഇതിനകത്ത്. ഏതൊക്കെ ടയർ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്? മെയിനായിട്ട് ഇപ്പോൾ ആക്റ്റീവോണ്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഓട്ടോറിക്ഷയുടെ കുറച്ച് ടഫാണ്, എന്നാലും ഒരു മറിച്ചറം പണിയാണ്, എന്നാലും ചെയ്യുന്നുണ്ട്. പിന്നെ കാറിന്റെ ചെയ്യുന്നുണ്ട് വർക്കുകൾ, അത് നല്ല മാതിരി പോകുന്നുണ്ട്. കാറിന്റെ വലിയ ടൈപ്പ്, വലിയ ടൈപ്പ്. ഈ കട്ട് ചെയ്തെടുക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഏത് ബ്ലേഡ് വെച്ചിട്ടാണ്? ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ പുതിയൊരു ചെയ്യുന്ന ബ്ലേഡ് വെച്ചിട്ട്, അതാകുമ്പോൾ ചെലവ് കുറവാ. അതുകൊണ്ട് ചെറിയ ബ്ലേഡോ? ചെറിയ ബ്ലേഡ് വെച്ചിട്ട് വരച്ചിടും. ഇങ്ങനെ സാധാരണ ബ്ലേഡ് ഇപ്പൊ നമ്മൾ വേറെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൂടാതെ നമ്മളൊരു ഇത് കണ്ട, നമ്മൾ ഈ കത്തി ഇത് ബ്ലേഡ് ശരിക്കും കയറുന്നുണ്ട് കണ്ട. അല്ല, ഇത് ഭയങ്കര ഡേഞ്ചർ അല്ലേ? ഡേഞ്ചറാണ്. ഞാൻ ഇതാ പേപ്പർ കൂട്ടി പിടിക്കണം, അല്ലെങ്കിൽ കൈ ശ്രദ്ധിക്കണം കേട്ടോ. അത് മറ്റൊരു ബ്ലേഡ് ഇല്ല നമുക്ക് കുറച്ചുകൂടി ഒരു അത് ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് കൊണ്ട് അത് ചെയ്യാം. ചില ഓരോരുത്തർ ഓരോ ഇതിൽ ചെയ്യുന്നത്. ഇപ്പൊ എനിക്കിത് ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ആ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ കണ്ട, ഇതുകൊണ്ട് കയറി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കയറും. പക്ഷെ അത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടോ? മുറിയുന്നുണ്ടോ? അത് കട്ടാകുന്നുണ്ടോ? ഭയങ്കര റിസ്ക് ആണല്ലോ നിങ്ങൾ ചെയ്തെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ കട്ടർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ എന്താ? കട്ടർ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് വരും, ടയർ കരിയുന്നൊരു സ്മെല്ല് വരും. ഓ ശരി, അതിനൊരു സ്മെല്ല് വരുന്നതുകൊണ്ടാണ് അത് അടുത്തുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിച്ചാൽ അതിന്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ ചിലർക്ക് പിടിക്കില്ല. ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇതാക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതെടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ടയർ എവിടുന്ന എടുക്കുന്നത് നിങ്ങൾ? ഇത് ഞാൻ പുറത്തുനിന്ന് ഇവിടുന്നൊക്കെ വാങ്ങുന്നത് 25 രൂപ വെച്ചിട്ട് വാങ്ങുന്നുണ്ട്. ടയറിന് 25 രൂപ. വലിപ്പത്തിന് വ്യത്യാസം, റേറ്റിൽ വ്യത്യാസം വരും. അതിന് വ്യത്യാസമുണ്ട്. മറ്റേ കാറിന്റെ ഒക്കെ വരുമ്പോൾ 50 രൂപയ്ക്ക് വാങ്ങുന്നുണ്ട്. ഓ ശരി, അത്രയും വരും അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്ന എത്ര പൈസക്കാണ്? അത് 200, 250, 300 അങ്ങനെ ആ റേറ്റിന് കയറ്റി കൊടുക്കുന്നത്. അപ്പൊ ഇതിന് വേറെ എന്തൊക്കെയാ നമുക്ക് എക്സ്പെൻസ് ചെലവുകൾ വരുന്നത്? പെയിന്റ് ആവശ്യമാണ്, പെയിന്റ്, ടിന്നർ, അതിന്റെ ഐറ്റംസ്. സ്പ്രേ പെയിന്റ് അടിക്കാൻ എക്സ്പെൻസ് കൂടുതലാണ്. ഒരു ചെറിയ ചട്ടിക്ക് അടിക്കുമ്പോൾ തന്നെ ഒരു സ്പ്രേ മൊത്തം കഴിയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു നിങ്ങൾ കൊടുക്കുന്ന റേറ്റ് അതിൽ വലിയ ലാഭമൊന്നും ലാഭമില്ല. ചെറിയ ലാഭം അതിന് വരുന്നു. ചെറിയ ലാഭം കിട്ടുള്ളൂ. കാരണം ഒരു ബോട്ടിൽ അത് പെയിന്റ് തീരുവാണെങ്കിൽ പിന്നെ അതിന് നല്ല പൈസ ഉണ്ടല്ലോ. അത് 100-180 രൂപ വില വരുന്നുണ്ട് ഒരു ബോട്ടിലിന്. അങ്ങനത്തെ ബോട്ടിൽ മറ്റേ പെയിന്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ചില്ലറ വരുന്നുണ്ട്. ചിലതിന് 2 ചട്ടിക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ. അല്ല, അതിൽ പിന്നെ എന്താ ലാഭമുള്ളത് നിങ്ങൾക്ക്? ഇതിന് ടയറിന്റെ പൈസയും കൊടുക്കണം, പെയിന്റിന്റെ പൈസയും കൊടുത്തു. ഈ ഗോൾഡൻ പെയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പെയിന്റ് അടിച്ചു വരുമ്പോൾ കിട്ടുന്നില്ല, ശരിക്കും ലെവലായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പെയിന്റ് ചിലതിന് അടിക്കും. ചിലപ്പോൾ 2 കളർ അടിക്കുന്നുണ്ട്, മിക്സ് ആക്കി അടിച്ചു വിടും. ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് 2 കളർ അടിക്കും. ഈ ഒരു ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എവിടെ ഇപ്പൊ മാർക്കറ്റ് ചെയ്യുന്ന ഇപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങൾ? ഇവിടെ ഞാൻ പാറാല് ആദ്യം വിൽക്കുന്ന സ്ഥലം ഉണ്ട്, അത് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ എറണാകുളത്ത് വെക്കുന്നുണ്ട്. എറണാകുളത്തോ? അതെങ്ങനെ ചെയ്യുന്നത്? എറണാകുളത്ത് ചേട്ടനുണ്ട്, പുള്ളി സൈക്കിളിന്റെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സൈക്കിൾ കടയൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ പഞ്ചർ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ടയർ ഒരുപാട് വരുന്നുണ്ട്, കാറിൻ്റെ ആയാലും സ്കൂട്ടറിൻ്റെ ആയാലും ഓട്ടോറിക്ഷയുടെ ആയാലും. അവിടെയും ഞാൻ എറണാകുളത്ത് വടുതല ഭാഗത്താണ് ഏട്ടൻ്റെ. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ടയർ ഇവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി? ഇല്ല, ഇവിടുന്ന് കൊണ്ടില്ല, അത് അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ കൊടുക്കും. ഓ, നിങ്ങൾ ഇവിടുന്ന് അവിടെ പോയിട്ട് അവിടെ വർക്ക് ചെയ്യും? അവിടെ വർക്ക് ചെയ്യും, അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ. എറണാകുളത്ത് വടുതല. ഇപ്പോൾ ഇതിപ്പോ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ എന്തെങ്കിലും ട്യൂബ് വെച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ട്യൂബ് വലിയ വണ്ടിയുടെ ട്യൂബൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ എക്സറേ ഇല്ലേ, എക്സറേ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്
ഫില്ല് ചെയ്യാൻ പറ്റും. ഒട്ടിക്കാൻ പറ്റും. ചില ആൾക്കാർ ഈ താമരപ്പൂവൊക്കെ ഇടാൻ വേണ്ടി ഫുള്ള് ഫില്ലാക്കി എടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് ചോര നിൽക്കും. MC-ലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും. നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് എന്താണ് ഇത് ചെയ്യാത്തത്? ഇത് മണ്ണിടുന്നുണ്ട്, പിന്നെ നമുക്ക് ആ ഭാഗത്ത് പെയിന്റ് അടിച്ചിട്ട് കാര്യമില്ല, അതുവരെ മണ്ണ് വരുന്നല്ലേ, അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇത് എന്തിന്റെതാണ് ഈ ഒരു ടയർ വരുന്നത്? ഇത് ആക്റ്റീവോന്റെ ടയറാണ്. ആക്റ്റീവിന്റെ ടയർ, പക്ഷെ നല്ല വലിപ്പമുണ്ടല്ലോ, നല്ല കാഴ്ച. ഇത് നമ്മൾ കട്ടിങ്ങിന്റെ ഇതാണത്. കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലെവലിൽ വരും, നല്ല വീതിക്ക് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടയറിന്റെ കൂടാതെ ഉള്ള അടുത്തൊരു വർക്കാണ് ഇതല്ലേ? ഇത് നമ്മുടെ മെയിൻ വർക്ക്. ഇതിലാണ് പഞ്ഞിക്കുട്ടൻ എന്നുള്ള പേരൊക്കെ വന്നിട്ടുള്ളത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട് ഈ സംഭവം. ഇത് ശരിക്കും ഇതിന്റെ കൂടെ മക്കൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ? ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതിങ്ങനെ അവിടുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്, കുട്ടികൾ കളിച്ചോണ്ടിരിക്കും. ഇതായിരുന്നു ആദ്യം മുതൽ ഉണ്ടായിരുന്ന വർക്ക്? ഇതായിരുന്നോ? ഇതായിരുന്നു ഫസ്റ്റ് ഹോട്ടൽ ഫീൽഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയ ഫീൽഡ് ഇതിലേക്കാണ്. ആദ്യം ഹോട്ടലിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കലും മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുക? ഇതിന്റെ ഇതൊക്കെ വാങ്ങിച്ചിട്ടാണോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മെറ്റീരിയൽസ് ഇവര് തരും. ആദ്യം വരുന്നുണ്ട്, ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് സാധനം കിട്ടുന്നില്ല. ഫെറൊന്നും ഭയങ്കര റേറ്റ് അല്ലേ, തുണിക്കൊക്കെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് നമ്മൾ അടിച്ചിട്ട് നമ്മൾ പറഞ്ഞ സാധനങ്ങൾ അടിച്ചു തരുന്നുണ്ട്. പിന്നെ അടിച്ചു വെച്ച ആൾക്കാരുണ്ടാവും, അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടിരും. നമുക്ക് വേണ്ട സാധനങ്ങൾ സൈസ് നോക്കിയിട്ട് വാങ്ങിട്ട് വരും. പഞ്ഞി മാറ്റിയിട്ട് വാഷ് ചെയ്തെടുക്കാം. കളർ ഫേഡ് ആവുന്നില്ല അങ്ങനെ. ആണോ? നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇതിലുള്ള ഈ നൂലൊക്കെ ഇളകി പോകും, അങ്ങനത്തെ പ്രശ്നം? ഇളകി പോകുന്ന നൂലൊന്നല്ല, അതാണല്ലേ. ആണോ? അല്ല, കൂടുതലും ആൾക്കാർ ഇങ്ങനെയുള്ള ഡോൾ മേടിക്കുമ്പോൾ ടെൻഷൻ അതാണ്, ഇതിന്റെ നൂലൊക്കെ ഇളകി പോകുന്നില്ല. ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് എന്തെങ്കിലും പൊടി പിടിച്ചാൽ തന്നെ നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ചീപ്പില്ലേ, ചീപ്പ് ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ പഴയ ലെവലിൽ തന്നെ വരും. ഇതിൽ മെയിൻ വിഷയം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നമ്മൾ വേസ്റ്റ് പഞ്ഞൊന്നും നിറക്കില്ല. നല്ല പഞ്ഞിയാണ്, നല്ല ക്വാളിറ്റിയുള്ള പഞ്ഞി തന്നെ വെക്കുന്നത്. ഓ, അത് ശരി. അത് ശ്രദ്ധിക്കണം. ഇപ്പൊ ആൾക്കാർ വാങ്ങുമ്പോൾ നോക്കൂല, പുറത്തുള്ള സാധനം മാത്രം നോക്കുള്ളൂ. ഉള്ളിലുള്ള കൂടി നോക്കണം നമ്മള്. വേസ്റ്റ് പഞ്ഞിയാണോ നല്ല പഞ്ഞിയാണോ നോക്കണം. അതായത് ഈ ഇതിൽ വേസ്റ്റ് പഞ്ഞികൾ വരും, റിജക്റ്റഡ് പഞ്ഞികൾ വരും. റിജക്റ്റഡ് പഞ്ഞികൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വലിയ അസുഖങ്ങളൊക്കെ വരും, കുട്ടികൾക്ക് ദോഷമാണ്. നല്ല പഞ്ഞിയാണോ നോക്കണം. സിബുള്ള ഐറ്റംസ് ആണെങ്കിൽ നോക്കുന്നത് നല്ലത്, തുറന്നു നോക്കാൻ വേണ്ടി. നമ്മുടെ ഐറ്റംസിന്റെ സിബ് ഉണ്ട്. സിബില്ലാത്ത ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്ത് പഞ്ഞാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പുറത്തെ ക്ലോത്ത് നല്ലതായിരിക്കണം, ഉള്ളത് പഞ്ഞി നല്ലതായിരിക്കണം. നല്ല പഞ്ഞി വെച്ചിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ റേറ്റ് വരും. ഇതിന്റെ വിൽപ്പനൊക്കെ ചെയ്ത് ഇതിന്റെ ലാഭം എങ്ങനെയുണ്ട്? ലാഭം വലിയ ലാഭമൊന്നുമില്ല. ഇവിടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വണ്ടിയിൽ കൊണ്ടുവന്നത് നമ്മൾ വേറെ പുറത്തുനിന്ന് വണ്ടി വിളിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ സ്വന്തം വണ്ടിയൊന്നുമില്ല? ഓട്ടോ വിളിച്ചിട്ടാ പോവാ. ഓട്ടോ വിളിച്ച് പോകുമ്പോ അതിന്റെ എക്സ്പെൻസ് വരും. പിന്നെ അത് അവിടെ എത്തി പിന്നെ സാധനം സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ കുറച്ച് സമയം പിടിക്കും. ചിലപ്പോൾ വണ്ടിക്കാരെ വിളിച്ച സാധനത്ത് വന്നില്ല എന്ന് വരും. ചിലപ്പോൾ വണ്ടിയൊക്കെ വന്ന് വരുമ്പോൾ 11 മണിയാവും. 11 മണിയാവും. വൈകുന്നേരം 6 മണി 6:30 ആകുമ്പോൾ അങ്ങനെ വെളിച്ചൊന്നും ഉണ്ടാവില്ല. എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ലാത്തൊരു പൈസ ഉണ്ടാവുമോ? ചില ദിവസങ്ങളിൽ കച്ചവടം കുറവാണ്. ചില ദിവസങ്ങളിൽ ഇപ്പൊ 2 ദിവസമായിട്ട് ഇപ്പൊ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയോണ്ട് കുറച്ച് കച്ചവടമൊക്കെ വരുന്നുണ്ട്. പക്ഷെ വലിയ ലാഭം എടുക്കാത്തോണ്ട് പ്രോഫിറ്റ് കുറവാണ്. കുറച്ച് ലാഭം ചെറുതായിട്ട് ആൾക്കാർ ഒരുപാട് ബാർഗൈൻ ചെയ്യുന്നുണ്ട്. അവർ വിഷമിച്ച് പോകില്ലോ എന്ന് വിചാരിച്ചിട്ട് റേറ്റ് കുറച്ച് കൊടുക്കും. മറ്റുള്ളവരുടെ സങ്കടം വല്ലാതെ ഏറ്റെടുക്കുന്ന ആളാണ്. അപ്പൊ അതിന്റെ അവര് മടങ്ങി പോകുമ്പോ ഒരു വിഷമം തോന്നും. ചിലരും എന്ന് പറയും മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മോളുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറയുമ്പോ നമ്മൾ ആ ലാഭം നോക്കില്ല. അപ്പൊ പിന്നെ അവർക്ക് കുറച്ച് റേറ്റ് നമ്മുടെ റേറ്റിന്റെ കൊടുത്തു വിടും. എത്ര പൈസ വരെയുള്ള റേറ്റ് എങ്ങനെയാ വരുന്നത്? അത് 100 രൂപ മുതൽ 1500 വരെയൊക്കെ ഉണ്ട്. 100 രൂപ മുതൽ ചെറിയ ഡോള് മുതൽ വലിയ ഡോള് നല്ല ഹൈറ്റുള്ള കുട്ടികളുടെ വലിയ ഹൈറ്റുള്ള സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. 1500 രൂപയ്ക്ക് കൊടുക്കും. ഏതൊക്കെ ടൈപ്പ് എന്തൊക്കെയാ ഉള്ളത് ശരിക്കും ഡോളുകളിൽ? എലിഫന്റ് ഉണ്ട്, പിന്നെ കുറച്ച് തത്തമ്മ കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ സ്പൈഡർമാന്, ഹൾക്ക്, പിന്നെ പോലെ പാണ്ട, അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഈ പാണ്ട ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാല് പുറത്ത് വയ്ക്കാൻ പറ്റില്ല, കവറിലിട്ട് തന്നെ വെക്കണത്. വൈറ്റും ബ്ലാക്കും കൂടി വരുന്നോണ്ട് അതുകൊണ്ട് പൊടി പിടിച്ച് പോകുന്നുള്ളൊരു വിഷമം കൊണ്ട് പുറത്തിറക്കാൻ പറ്റില്ല. അതേപോലെ ഈ പില്ലോസും വരുന്നുണ്ടല്ലോ. പില്ലോസ് ട്രാവലർ അങ്ങനെയുള്ള ആൾക്കാർ, ബസ്സിലുള്ള ആൾക്കാർ ഇവരൊക്കെ നല്ല ഭംഗിയുണ്ട്, ഒരുപാട് കളറുണ്ട്. അതുകൊണ്ട് അവർക്കാണെങ്കിൽ പല പല കളർ വേണം. ഒരു കളർ കൊടുത്താൽ ആർക്കും ഇഷ്ടപ്പെടില്ല, കാണാനും ഒരു ഷോ ഉണ്ടാവില്ലല്ലോ. അപ്പൊ പല കളറിൽ ഒരുപാട് കളറുണ്ട്. ഇത് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇത് നമുക്ക് ദൂരമുള്ളവരൊക്കെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓൺലൈനിൽ ബിസിനസ് ഞാൻ ചെയ്തിട്ടില്ല.
ഇത് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ കൊടുക്കുക, അങ്ങനെ ഫുട്പാത്ത് കച്ചവടം അങ്ങനെയൊക്കെ കേസ് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ടൊന്നും പ്ലാൻ ചെയ്യുന്നുണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ആൾക്കാരോട് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. എന്തായാലും അതൊക്കെ ഒന്ന് ശ്രമിക്കുക, കാരണം ദൂരത്തൊക്കെ ഒത്തിരി ആളുകൾ ചിലപ്പോൾ വിളിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാവും എന്നൊക്കെ പറയുമ്പോൾ ഒരു മനസ്സിന് സമാധാനമുണ്ട്. എന്തായാലും കാണാനും പരിചയപ്പെടാനും പറ്റിയ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹവും തീർച്ചയായിട്ടും ഉണ്ടാവും. സപ്പോർട്ട് എപ്പോഴും വേണം. തീർച്ചയായും പഞ്ഞിക്കുട്ടൻ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കും. പഞ്ഞിക്കുട്ടൻ പഞ്ഞികളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും അല്ലേ? ഓക്കെ മക്കളെ, ബൈ, ടാറ്റാ. ഇത്തിരിയാണ് നമ്മുടെ പഞ്ഞിക്കുട്ടനായുള്ള സജിയാന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ചകൾ? നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച അല്ലേ? ഇതൊരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ബോണ്ട അല്ലേ, ബോണ്ട എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം, വലിയൊരു സാധനം തന്നെ ഞാനൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഇത് കാണുമ്പോൾ തന്നെ ഇരുന്നൊന്നും വാങ്ങിക്കാതെ പോകാനും പറ്റുന്നില്ല, അത്രയും കളർഫുള്ളാണ് ഇവിടുത്തെ സജിയാട്ടിൻ്റെ ഈ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. ജീവിതം അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ? മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ദൂരത്തൊക്കെയുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നത് തുടങ്ങിയിട്ടില്ല, അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് സജിയാട്ടൻ. എന്തായാലും നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, സജിയാട്ടിനോട് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, bye.